കോഴിക്കോട് 48 കുത്തി കൊന്ന ബിജുവിൻ്റെ ഘാതകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആളെ ലൊക്കേറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇത് വലിയ വാർത്തയായിരുന്നു. കോഴിക്കോട് പുതിയ കോവിലകം പറമ്പിൽ ബിജു എന്ന ആൾ 36 വയസ്സുണ്ട്. ബിജു പാളയത്തെ മാർക്കറ്റിനടുത്താണ് താമസിക്കുന്നത്. അയാൾ ആ മാർക്കറ്റിൻ്റെ അടുത്ത താമസമാണെങ്കിലും അമ്മയും ആയിട്ടൊക്കെയാണ് താമസിക്കുന്നത്. ഇയാൾ നല്ല മദ്യപാനിയാണ്. അമ്മ രാവിലെ പശുവിനെ കറക്കാനായിട്ട് ഇയാളുടെ വാതിലിൽ മുട്ടി. അന്നേരം വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. അമ്മ ശരി വെളിയിൽ പോയായിരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് എന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കിയപ്പോൾ അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വാതിൽ കുറ്റിയിട്ടിട്ടുണ്ട്. അമ്മ കുറ്റി തുറന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ബിജു രക്തത്തിൽ കുളിച്ച് മുറിക്കകത്ത് കിടക്കുന്നു. അങ്ങനെ ബിജുവിനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണപ്പെട്ടിരിക്കുന്നു. 36 വയസ്സുള്ള പുതിയ കോവിലകം പറമ്പിൽ ബിജുവിനെയാണ് ആരോ കുത്തിക്കൊന്നത്. 48 കുത്തുകൾ കഴുത്തിലും നെഞ്ചിലും ശരീരത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. എങ്കിലും 18 കുത്തുകൾ കഴുത്തിലാണ്. ബിജു നേരത്തെ തൂഫാന് അല്ലെങ്കിൽ ലഹരി മാഫിയയ്ക്കെതിരായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഗ്രൂപ്പ് ആരെങ്കിലും ആയിരിക്കണം ഇയാളെ കൊന്നത് എന്ന് ആദ്യം പോലീസ് കരുതി. അത്ര ക്രൂരമായ രീതിയിലുള്ളൊരു കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടത്തിൽ 48 കുത്തുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അപ്പം തന്നെ അവിടുത്തെ കമ്മീഷണർ ഷൗക്കത്ത് അലി, AP ഷൗക്കത്ത് അലിയും സംഘവും അവിടെ എത്തി. അവിടുത്തെ ടൗൺ ACP പ്രമോദും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ACP ബിജുവും കസ്ബ പോലീസ് ഇൻസ്പെക്ടർ ജിമ്മി എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. അവർ പരിശോധിച്ച ശേഷം CCTV ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി. പൊതുവേ ഇത് മാഫിയ സംഘങ്ങൾ ആരെങ്കിലും ആയിരിക്കാം, തുഫാ മാഫിയ ആയിരിക്കാം, അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ ഏതെങ്കിലും ഏജൻറ്റുമാരായിരിക്കും. അവർക്കെതിരായിട്ട് ബിജു സംസാരിക്കുമെങ്കിലും ബിജു ഒരു പരാതി ആർക്കും എതിരായിട്ട് കൊടുത്തിട്ടില്ല. പോലീസ് ആ ഭാഗമൊക്കെ നല്ലതായിട്ട് അന്വേഷിച്ചു. ബിജുവിൻ്റെ വീട്ടിലെ പരിചയമുള്ള അത് കോഴിക്കോട് മാങ്കാവ് കുളങ്ങര പീടിക സ്വദേശിയായ 22-കാരൻ്റെ കയ്യിലൊരു മുറിവുണ്ട്. അയാൾ ബിജുവിൻ്റെ അടക്കിനൊക്കെ അവിടെ വന്നിരുന്നു, അതിനൊക്കെ സഹകരിച്ചിരുന്നു. 22 വയസ്സുകാരനാണ്. കയ്യിലെ മുറിവ് ഒരു സംശയമായി. കാരണം ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്തണമെന്നെങ്കിൽ മുറിക്കകത്ത് കയറി നടത്തണം. ചിലപ്പോൾ സ്വാതന്ത്ര്യമുള്ള ആൾ തന്നെ ആയിരിക്കണം അവിടെ വന്നത്. ഈ 22-കാരൻ പയ്യന് അയാൾക്ക് ഒരു ചെറിയ പ്രശ്നം, മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അയാൾ ആശുപത്രിയിൽ പോവില്ല. അയാളെ ബലമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതിൻ്റെ ഒരു കാരണക്കാരൻ ബിജു ആയിരുന്നു. ആ ഒരു വൈരാഗ്യമാണ് ബിജുവിനെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഏതായാലും ഈ 22-കാരനെ ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അതിലൊരാൾ ബിജു തന്നെയായിരുന്നു. എന്തായാലും അയാളുടെ കയ്യിലിപ്പോൾ ഒരു മുറിവുണ്ട്. ബിജു നല്ലതായിട്ട് മദ്യപിച്ച് കിടന്നതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ബോധം നല്ലതായിട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണല്ലോ. പക്ഷേ അദ്ദേഹത്തിന് ആ കൊല്ലാൻ വന്ന പയ്യനെ ഒരു മുറി വെപ്പിക്കാനോ തടയാനോ ഒന്നും കഴിഞ്ഞില്ല. കാരണം അയാൾ തന്നെ കുഴഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 22-കാരൻ ഇങ്ങനൊരു സംഭവം മാത്രമേ ഉള്ളൂ. ആ പയ്യൻ്റെ കയ്യിലാണ് ഈ മുറിവ്. അത് അടുത്ത ദിവസം തന്നെ ഉണ്ടായതാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാവിലെയാണ് അമ്മ ഈ പശുവിനെ കറക്കാനായിട്ട് ബിജുവിനെ വിളിക്കാൻ സാധാരണ വന്ന് കറക്കുന്നതാണ്. പക്ഷേ അയാളെ വിളിച്ചിട്ട് വന്നില്ല. പിന്നെ മുറിയിൽ പോയി നോക്കിയപ്പം വെളിയിലെങ്ങാനും രാവിലെ ചായ കുടിക്കാൻ വല്ലതും പോയിട്ടുണ്ടാവും. കാരണം വെളിയിൽ നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ചെറിയ ലീഡിങ് ആയി. എങ്കിലും ഇയാളെ പോലീസ് കസ്റ്റഡിയിലാണ്. മാനസികാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് കോടതി മുഖേന ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് കരുതുന്നത്. എങ്കിലും അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് വേണം പോലീസിന്. എങ്കിൽ മാത്രമേ ഒരു അറസ്റ്റിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തായാലും
2 ACPമാരുടെ നേതൃത്വത്തിൽ കസ്ബ ഇൻസ്പെക്ടറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും അവിടുത്തെ കമ്മീഷണർ AP ഷൗക്കത്ത് അലി വന്നു എന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പം തന്നെ ഷൗക്കത്ത് അലി നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ്, അതിന് പെട്ടെന്ന് ക്ലൂ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും നല്ലൊരു ഡിറ്റക്ഷനാണ്, ആളെ കണ്ടെത്തി. ഇത് മറ്റാരുമല്ല, ഈ വൈരാഗ്യം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. അയാളുടെ കയ്യിൽ ചെറിയ മുറിവുമുണ്ട്. ഏതായാലും ഇയാളുടെ മെൻ്റൽ കണ്ടീഷൻ അറിഞ്ഞിട്ട് ഇയാൾക്ക് ഏത് കത്തിയാണ് ഉപയോഗിച്ചത്, ആ കത്തി ഇപ്പോൾ ഇവിടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് വരണം. ഏതായാലും ഡോസ് കോഡും ഫോറൻസിക്കും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോക്കാരും എല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. ചിലപ്പം ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലെ ചില എവിഡൻസ് കിട്ടിയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്ര ക്രൂരമായ കൊലപാതകമാണെന്ന് മനസ്സിലായത്. അത് കഴുത്തിന് തന്നെ നോക്കിയാണ് 18 മുറിവുകളും വന്നിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഡിറ്റക്ഷൻ തന്നെയാണ്. പോലീസിനെ ഷൗക്കത്ത് അലിയും സംഘത്തിനെയും അഭിനന്ദിക്കുന്നു ഞാൻ.